പേര് കുര്യാക്കോസ് എന്നാണ്, ബിജു എന്ന് വിളിക്കും. എൻ്റെ താമസ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാടിജോട്ടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ജോളി എന്ന് പറയും. 2 ആൺമക്കളാണുള്ളത്. മൂത്ത മകൻ്റെ പേര് ബിജോ, അവൻ്റെ ഭാര്യ രഞ്ജിമ. അവർക്ക് ദൈവം ദാനമായിട്ട് കൊടുത്ത ഒരു മോളാണ്, ഇസ മരിയ എന്ന് വിളിക്കുന്നു. എൻ്റെ 2ാമത്തെ മകൻ ബിജേഷ് എന്നാണ് അവൻ്റെ പേര്. അവന് ഡ്രൈവർ ജോലി ചെയ്യുന്നു, വാഹനം ഓടിക്കുന്നു. ഞാൻ ഒരു മുഴുവൻ സമയ ശുശ്രൂഷകനാണ്. ഞാൻ ജപമാലയിലേക്ക് കടന്നു വരുവാനും ജപമാല വഴിയായിട്ട് എനിക്ക് ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങളും ഒന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഞാൻ ശരിക്ക് ഒരു 15 വർഷം മുമ്പ്, ഞാൻ മലങ്കര ദേവാലയത്തിലാണ്. മലങ്കര ദേവാലയത്തിൽ ബത്തേരി അതിരൂപതയാണ്. മലങ്കര ചെറുപുഴ ദേവാലയത്തിലായിരുന്നു ഞാൻ. എന്നാൽ ഞാൻ മലങ്കരക്കാരനായിരുന്നെങ്കിലും എൻ്റെ ജീവിത പങ്കാളി അവൾ സീറോ മലബാർ ഇടവാംഗമാണ്. തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ആളായിരുന്നു. അവൾ വിവാഹം കഴിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് ശരിക്ക് ഈ ജപമാലയെ പറ്റിയോ അല്ലെങ്കിൽ ജപമാലയുടെ ഒരു അനുഗ്രഹത്തെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത് ബൈബിളിലുള്ള ഒരു കാര്യമാണോ എന്നൊക്കെയുള്ളൊരു വേർത്ത ചിന്ത ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിത പങ്കാളി ആ കാലയളവിൽ മുട്ടിൽ നിന്ന് കൈപിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി കുടുംബത്തിനു വേണ്ടി മറ്റെല്ലാവർക്കു വേണ്ടി ജപമാല ചൊല്ലി കാഴ്ച വയ്ക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുമായിരുന്നു. ഞാനത് പ്രത്യേകമായിട്ട് വീക്ഷിക്കുമായിരുന്നു. അപ്പോൾ അവൾ എന്നെ പയ്യെ ജപമാല പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ശരിക്ക് ജപമാലയിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. അന്ന് എൻ്റെ ജീവിത പശ്ചാത്തലം ഒരു വലിയ അനുദിന ജീവിതത്തിന് ഏറെ കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു എൻ്റെ അന്നത്തെ ജീവിത പശ്ചാത്തലം. ശരിക്കും പറഞ്ഞാൽ അന്ന് പല പണികളും മാറി എടുക്കുന്ന അവസ്ഥയാണ്. അത് കൂലിവേല പോലും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. അന്നൊക്കെ ജീവിത പ്രതിസന്ധിയുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധമാണ്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ഇരിട്ടി പട്ടാരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ഒരു ധ്യാനം കൂടുകയും ആ ധ്യാനത്തിലൂടെ ജപമാലയെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയുവാനും ജപമാലയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ധ്യാനമായിരുന്നു ഞാൻ അന്ന് കൂടിയത്. ആ ധ്യാനം എനിക്കൊരു വലിയ അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജപമാലയുടെ നിറവിൽ ഞാൻ ആ ധ്യാന സെൻറ്ററിൽ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി വർഷങ്ങൾക്ക് മുമ്പ് ജപമാല ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ അതിന് ഒരു അർത്ഥമില്ലാത്ത പ്രാർത്ഥനയായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഷേധിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ ഞാനത് കണ്ട് ഒക്കെ വീക്ഷിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തോട് ഞാൻ മാപ്പ് പറഞ്ഞു, ദൈവം ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ജപമാല ചൊല്ലുവാനായിട്ട് ഒരുങ്ങും എന്ന്. അങ്ങനെ വലിയ ഒരുക്കത്തോടു കൂടി ആ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയും ഞാൻ ജപമാലയിലേക്ക് തിരിഞ്ഞത് എൻ്റെ ജീവിത പങ്കാളിക്ക് വലിയൊരു സന്തോഷമായി മാറി. എല്ലാവിധ പിന്തുണയും അവൾ എനിക്ക് തരികയുണ്ടായി. അങ്ങനെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ആരംഭിക്കുകയായി. പിന്നീട് ഞാൻ കൂടുതൽ ധ്യാനമൊക്കെ കൂടി ഒരു കരിസ്മാറ്റിക് രംഗത്തേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്ത് അത്യാവശ്യം സുവിശേഷമെല്ലാം പ്രസംഗിക്കാനായിട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തി. 2-3 സെൻറ്ററുകളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നത് ഇന്നും അങ്ങനെയാണ്. 25 വർഷത്തിന് ശേഷവും ഇപ്പോഴും ഞാൻ 2-3 സെൻറ്ററിൽ സുവിശേഷം പ്രസംഗിക്കുകയും മറ്റ് സുവിശേഷം അറിയാത്തവരുടെ ഇടയിലേക്ക് സുവിശേഷം എത്തിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് തെരുവിലുള്ള സുവിശേഷത്തിലൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ജപമാലയിലേക്ക് കടന്നു വരികയും കൂടുതൽ ധ്യാനമൊക്കെ കൂടി ജപമാലയെപ്പറ്റി പഠിച്ച് ജപമാല ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന വിടുതലിൻ്റെ അനുഭവം, രക്ഷയുടെ അനുഭവം, ജപമാല ചൊല്ലുമ്പോൾ ജപമാലയിലൂടെ വചനം തുറന്നു കിട്ടുന്നുണ്ട്, ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ കുർബാനയിലേക്ക് ബലിപീഠത്തോട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബോധ്യത്തിലൂടെ കടന്നു വന്നു. രാത്രിയുടെ യാമങ്ങളിലൊക്കെ മുട്ടിൽ കുത്തി നിന്ന് കൈപിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലുന്ന
വലിയ ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നു. പിന്നീട് അങ്ങോട്ട് ജപമാലയുടെ ഒരു വലിയ ഒരു തുറവി, ഒരു സ്വർഗം എനിക്ക് ദൈവം തുറന്നു തരികയായിരുന്നു. ആ കാലയളവിൽ ഞാൻ വലിയ ഒരു ഫീലിങ്സ് അനുഭവിച്ചു. എൻ്റെ ഇടവക അന്ന് ചെറുപുഴ സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ദേവാലയമാണ്. അന്നവിടെ ഏകദിന കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട്, ധ്യാനമൊക്കെ നടക്കുന്നുണ്ട്. അതിലെല്ലാം ഞാൻ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു സമയമൊക്കെയാണ്. പക്ഷേ ഇതിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുമ്പോഴും എൻ്റെ ദൈവവിളി, എൻ്റെ ദൈവിക തിരഞ്ഞെടുപ്പ് എന്താണെന്ന് ശരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും എനിക്ക് ആ തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ വിളി, എന്നെ ദൈവം വിളിച്ചതാണോ, ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷയുമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അതിൻ്റെ ഒരു കാരണം എൻ്റെ ജീവിത പ്രശ്നങ്ങളാണ്. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശരിക്കൊരു വീട് പോലും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരവസ്ഥ, ശരിക്കും കടഭാരങ്ങളും മറ്റു ജീവിത പ്രതിസന്ധികളിലൂടെയൊക്കെ ഒത്തിരി ശോധനയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഈ ശുശ്രൂഷയൊക്കെ പണിക്ക് പോകാതെ ശുശ്രൂഷയും കൊണ്ടൊക്കെ നടന്നാൽ എങ്ങനെയാണ്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വരിക ഉണ്ടായി. പക്ഷേ ഈ സമയത്തെല്ലാം പരിശുദ്ധ ദൈവമാതാവിനോട് ഞാൻ മാധ്യസ്ഥം തേടുകയും അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ജപമാലയിലൂടെ തന്നെ എനിക്ക് എൻ്റെ ശുശ്രൂഷയുടെ ദൈവവിളി എന്താണെന്ന് ദൈവം തുറന്നു തരികയായിരുന്നു. മാതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ എൻ്റെ വഴി എനിക്ക് ദൈവം തുറന്നു തരികയായിരുന്നു എന്ന് വളരെ വ്യക്തതയോടെ എനിക്ക് ദൈവം കാണിച്ചു തന്ന സന്ദർഭമുണ്ടായി. അത് മാതാവിൻ ജപമാലയിലൂടെയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഇടയ്ക്ക് എൻ്റെ ദേവാലയത്തിൽ ഒരു പുതിയ അച്ഛൻ വന്നു. അച്ഛനൊരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അച്ഛനായിരുന്നു. അച്ഛൻ്റെ പേര് ഫാദർ തോമസ് തുമ്പേച്ചിറയിൽ എന്ന് പറയും. തോമസ് തുമ്പേച്ചിറയിൽ അച്ഛൻ്റെ അനിയൻ ഷാജി അച്ഛന് 2000-ൽ പരം പാട്ടുകൾ എഴുതിയ ഒരു വലിയ സീറോ മലബാർ രൂപതയിലെ വലിയ ഒരു അനുഗ്രഹീതമായ ഒരു പാട്ടെഴുത്തുകാരനും ഫാദറും ഒക്കെയാണ്. അച്ഛന് വലിയ വിശുദ്ധി ഉള്ള ഒരു വൈദികനാണ്. അച്ഛന് ഈ കൂടുതൽ തെരുവിലെ ശുശ്രൂഷകൾ, സുവിശേഷം എത്താത്ത സ്ഥലത്തേക്ക് സുവിശേഷം എത്തിക്കാനുള്ള ഒരു വലിയ വ്യഗ്രതയുള്ള ഒരു സാധുവായ പുരോഹിതനായിരുന്നു. അച്ഛൻ എന്നെ പഠിച്ചു കഴിഞ്ഞ്, എന്നെ മനസ്സിലാക്കിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അച്ഛൻ എന്നോട് പറയുകയുണ്ടായി, ബിജു, സുവിശേഷം അതറിയാത്ത വ്യക്തികളിലേക്ക് എത്തിക്കാനാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അത് എന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ എനിക്ക് ആദ്യമൊക്കെ വലിയ മടിയായിരുന്നു. ഞാൻ വീണ്ടും മാതാവിനോട് ജപമാല ചൊല്ലി ഇങ്ങനെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. മാതാവേ, അമ്മയുടെ അഭിഷക്തന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമായിട്ട് എനിക്ക് ദൈവം വിധിച്ച കാര്യമാണോ എന്ന് എനിക്കത് വെളിവാക്കി തരണമേ എന്ന്. അപ്പോൾ വീണ്ടും അച്ഛൻ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ ജപമാല ചൊല്ലി കൂടുതൽ പ്രാർത്ഥിച്ച് ഒരാഴ്ച ഞാൻ സുവിശേഷം അറിയാത്തവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു സുവിശേഷം പ്രഘോഷിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ സുവിശേഷം പ്രഘോഷിക്കാനൊന്നും അറിയാത്ത ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. പ്രാർത്ഥനയുടെ മാതാവിൻ്റെ ജപമാലയുടെ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അറിയാത്ത ഒരു സ്ഥലത്ത് ഇതെങ്ങനെ സാധിക്കുമെന്നോർത്ത് ഏറെ കഷ്ടപ്പെടുന്ന സമയമാണ്. പക്ഷേ ജപമാല ചൊല്ലിക്കൊണ്ട് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയും അവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് വലിയ വ്യക്തതയോടെ മനസ്സിലായി, ഇതായിരുന്നു എൻ്റെ തിരഞ്ഞെടുപ്പ്. സ്റ്റേജുകളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ സുവിശേഷം അറിയാത്തവരുടെ ഇടയിലേക്ക് എന്നെ ദൈവം ഇറക്കുകയായിരുന്നു. എൻ്റെ വഴി എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ട് 25 വർഷത്തിലേക്ക് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സുവിശേഷത്തിൽ വളരുവാനും അതെല്ലാം ജപമാലയിലൂടാണ്. ഈ ജപമാല ചൊല്ലി ഞാൻ ഓരോ വ്യക്തികളോട് സുവിശേഷം പ്രസംഗിച്ചിട്ട് വേറൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുമ്പോഴെല്ലാം ജപമാല ചൊല്ലി സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടാണ് കടന്ന് പോകുന്നത്. അങ്ങനെ ഈ വർഷക്കാലം സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു.
ജപമാല ചൊല്ലി കാഴ്ചവെച്ച് എൻ്റെ ശുശ്രൂഷ ജീവിതം ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്ന കാലയളവ് 15 വർഷം മുമ്പുള്ള ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അങ്ങനെ എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഏറിയ സമയവും ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ കാലയളവിൽ എനിക്ക് വലിയ കടഭാരത്താൽ ശരിക്കും വിഷമിച്ച ഒരു സമയമായിരുന്നു. കടക്കാരെ ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ കടക്കാർ പെട്ടെന്ന് വീട്ടിൽ വന്ന് ഒരു ബുദ്ധിമുട്ടാവുമോ എന്നുള്ളൊരു വലിയ, അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ പേടിയിലൂടെ കടന്നു പോയ വർഷങ്ങളുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ നിത്യാരാധന ചാപ്പലിൽ ഈശോ എഴുന്നള്ളിച്ച് വെച്ച ഈശോയുടെ മുന്നിൽ മുട്ടിൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി കാഴ്ചവെക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പോലും അറിയാതെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോടെ ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിച്ച പ്രാർത്ഥന വലിയ താമസമൊന്നുമില്ലാതെ ഒരു വർഷം, ഒരു 10 മാസം 12 മാസത്തിൻ്റെ ഉള്ളിൽ, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ശരിക്കും എൻ്റെ കടഭാരം മാറിക്കിട്ടുകയായിരുന്നു. പിന്നീട് ശരിക്ക് വായ്പ ചോദിക്കുവാനായിട്ട് എനിക്കിട വന്നില്ല എന്നുള്ളതാണ് സത്യം. വായ്പ കൊടുക്കുവാനായിട്ട് പോലും പറ്റുന്ന അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, തീഷ്ണതയോടെയുള്ള എൻ്റെ ജപമാല കാഴ്ച സമർപ്പണമാണ് എൻ്റെ ഈ കടഭാരം ഈശോ ഏറ്റെടുത്തത് എന്ന്, ത്യാഗത്തോടു കൂടിയുള്ള ജപമാല സമർപ്പണമാണ് ഈശോ ഏറ്റെടുത്തതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ കാലയളവിൽ ഈ കടഭാരമെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീടിനെക്കുറിച്ച് നല്ല ഒരു ചിന്തയുണ്ടായി. കാരണം എനിക്ക് വീടില്ല. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഷീറ്റിട്ട ഭവനമായിരുന്നു. പ്രാഥമിക സൗകര്യമൊക്കെ ഉള്ള വീടായിരുന്നെങ്കിൽ പോലും ആ കാലയളവിൽ, പ്രത്യേകിച്ച് ഈ കാലയളവിൽ, ഒരു നല്ല ഭവനത്തിൻ്റെ ഒരു ആവശ്യകത എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു. അതെനിക്കൊരു വലിയ പോരായ്മയായിരുന്നു. 4 പേരറിയുന്ന ശുശ്രൂഷകനായി, പ്രത്യേകിച്ച് വിശിഷ്ടമായ ഗസ്റ്റുകളൊക്കെ വീട്ടിലോട്ട് വരുമ്പോൾ ഒരു ഭവനമില്ലാത്ത അവസ്ഥ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാൻ വീണ്ടും പഴയതുപോലെ കടഭാരത്തിന് പ്രാർത്ഥിച്ചതുപോലെ ത്യാഗത്തോടെ ജപമാല ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് തുടങ്ങി. അമ്മ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയാൽ എന്നെ ഇവിടം വരെയും കൊണ്ടെത്തിച്ച് തന്ന അമ്മയുടെ പുത്രനിലൂടെ എനിക്കൊരു ഭവനം തരണമേ. ഇതെല്ലാം സമർപ്പിക്കുന്നത് ജപമാല ചൊല്ലി ത്യാഗത്തോടെ കാഴ്ചവെച്ചാണ് ഇതെല്ലാം സമർപ്പിക്കുന്നത്. ഒരു 1.5-2 വർഷത്തെ പ്രാർത്ഥന കൊണ്ട് എനിക്കൊരു സ്ഥലമെടുക്കുവാനും അതിനൊരു സ്കെച്ചാക്കി ഒരു തറ കെട്ടിയിടുവാനും ഒക്കെ എനിക്ക് സാധിക്കുകയും, പിന്നെ ഒരു 6 മാസം കൂടെ മുന്നോട്ട് പോയപ്പോൾ സാമാന്യം ഒരു വലിയ ആർഭാടമൊന്നുമില്ലെങ്കിലും തമ്പുരാൻ എനിക്കൊരു സുവിശേഷ ഭവനമായിട്ട് ഒരു ഭവനം ഒരുക്കി തരികയും ചെയ്തു എന്നുള്ള ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് ജപമാലയിലൂടെയുള്ള ആ വലിയ അനുഗ്രഹം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജപമാല ചൊല്ലി ഭക്തിയാദരവോടുകൂടി കാഴ്ചവെച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം സർവശക്തനായ ദൈവം സാധിച്ചു തരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ഈ വർഷക്കാലം മുന്നോട്ട് ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോയ എല്ലാ വേദികളിലും ദൈവം ഈ ജപമാലയുടെ അനുഗ്രഹം ഇന്നും എനിക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി കാഴ്ചവെച്ച് ഞാനിങ്ങനെ പോകുന്ന കാലയളവ് ഒരു 2008 കാലയളവാണ്. ഏകദേശം 15 വർഷം മുൻപിലുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ എന്നും രാവിലെ പരിശുദ്ധ കുർബാന അനുഭവിച്ചതിൻ്റെ ശേഷം ജപമാല ചൊല്ലി കാഴ്ചവെച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം, അപ്പോൾ എനിക്ക് ശുശ്രൂഷകളെല്ലാം പുറത്തോട്ട് കിട്ടുവാനായിട്ട് തുടങ്ങി. ധ്യാനിപ്പിക്കാനുള്ള സെൻറ്ററുകൾ കിട്ടുവാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ജപമാലയിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ വളർച്ചകൾ എല്ലാം ജപമാലയിലൂടെ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പശ്ചാത്തലം. ഇന്ന് ഈ വർഷക്കാലം കടന്നുപോയപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആയിരിക്കുന്നത്. കാരണം പേഴ്സ് എടുക്കാൻ മറന്നു പോയാലും ജപമാല മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ഏത് സമയത്തും ജപമാല എൻ്റെ കയ്യിൽ കാണും. മറ്റുള്ളവർ വിളിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട്
പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു. അതിൽ ജപമാലയിലൂടെ ഒരുപാട് മക്കൾ അവരുടെ നിയോഗം സാധിച്ചു കിട്ടുന്നതിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ഇടയായി. ഇന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനായിരിക്കുന്ന അവസ്ഥയിലുള്ളത്. എൻ്റെ ശുശ്രൂഷയിലും എല്ലാം എനിക്ക് ഒത്തിരി നിറവും സന്തോഷവും എല്ലാം ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയോടുകൂടി എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ജപമാലയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സാക്ഷ്യം പറയുവാനുണ്ട്. അതിൽ കുറച്ച് ഒരു കാര്യം പറയുവാനായിട്ടുള്ളത്, എൻ്റെ ഒരു പ്രാർത്ഥന ശൈലി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളെല്ലാം ജപമാലയിലൂടെ സമർപ്പിക്കുക എന്നുള്ളൊരു ശൈലിയാണ് ഞാൻ ഈ വർഷങ്ങൾ ആയിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ നിയോഗമാണെങ്കിലും ശുശ്രൂഷ ജീവിതത്തിൽ ഒരാളെന്നെ വിളിച്ചിട്ട് പറയുന്ന നിയോഗമാണെങ്കിലും എല്ലാം ശുശ്രൂഷയിലൂടെ, ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിലും എല്ലാം ജപമാലയിലൂടെ സമർപ്പിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഞാൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഒരു ഭവനമില്ല എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അത് പ്രത്യേകിച്ചൊരു പാവപ്പെട്ട ഒന്നുമില്ലാത്ത തീരെ പാവങ്ങളായ വ്യക്തികളാണെങ്കിൽ അവർക്ക് വേണ്ടി സമ്പൂർണമായ ജപമാല ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ ദിവസങ്ങളോളം അവർക്ക് വേണ്ടി സമ്പൂർണ്ണ ജപമാല ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ പോകെ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കാലതാമസമില്ലാതെ അവർക്ക് ഭവനം ലഭിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നത് ആയിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തുള്ള കുഞ്ഞുങ്ങൾ ഓരോരോ വലിയ പരീക്ഷകൾ പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ അവർ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് ജപമാല ചൊല്ലി നിത്യാരാധനയുടെ ഈശോയുടെ മുമ്പിലിരുന്ന്, നിത്യാരാധന ചാപ്പലിൽ ഈശോയുടെ തിരുമുമ്പിലിരുന്ന് ജപമാല ചൊല്ലി പൂർണ്ണമായിട്ട് സമ്പൂർണ്ണ ജപമാല ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ OET ILTC പരീക്ഷകൾ നടക്കുമ്പോൾ ഞാൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അവർ ആ പരീക്ഷ എഴുതുന്ന സമയം അത്രയും സമയ ക്രമീകരണം ചിലപ്പോൾ അല്പം കുറഞ്ഞു പോകും. പക്ഷേ എന്താണെങ്കിലും എഴുതി തീർക്കുന്ന ഏറെക്കുറെ ആ സമയം ഞാൻ പാലിക്കാനായിട്ട് ശ്രമിക്കും. ആ സമയമെല്ലാം ഒന്നിൽ കൂടുതൽ ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അത് ILTC, അതുപോലെ തന്നെ CA പരീക്ഷ, അങ്ങനെ കുട്ടികളുടെ പരീക്ഷകൾ വരുമ്പോൾ കൂടുതൽ സമയം മറ്റു തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ജപമാല ചൊല്ലി അവർക്ക് വേണ്ടി കാഴ്ചവെക്കാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് നിയോഗങ്ങൾ സാധിച്ച് കിട്ടുന്നതായിട്ട്, പ്രത്യേകിച്ച് ILTC OET പരീക്ഷയിലൊക്കെ 100 കണക്കിന് മക്കളെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പ്രാർത്ഥിച്ച് ഈശോ രക്ഷപ്പെടുത്തി കയറിപ്പോകുന്നതായിട്ട് കാണുവാനായിട്ടിടയായി. അതൊരു വലിയ ജപമാലയുടെ സാക്ഷ്യമാണത്. എനിക്കത് ഒത്തിരി സന്തോഷമാണ്. ഓരോ മക്കളും വിദേശത്തേക്ക് കയറിപ്പോകുമ്പോൾ ഒത്തിരി ആനന്ദം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് ഭവനം, വിദ്യാഭ്യാസ പരീക്ഷയുടെ ഓരോ ഘട്ടം കടക്കുവാനായിട്ട് മക്കളെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സഹായിക്കുന്നു. പിന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ ശുശ്രൂഷകളിലൊക്കെ ഉള്ള സമയത്ത് ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ ജപമാലയിലൂടെയാണ് കാഴ്ചവെക്കുന്നത്. ജപമാല അത് ഭക്തിയാദരവോടുകൂടി സഭയ്ക്കും വൈദികർക്കും എല്ലാവർക്കും വേണ്ടി, ശുശ്രൂഷ മേഖലയിലുള്ളവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി എല്ലാം ജപമാലയിലൂടെയാണ് ഞാൻ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. അതെനിക്കൊരു വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അതൊരു ദിവസം പോലും തെറ്റിപ്പോകാതെ ജപമാല എന്താണെന്ന് മനസ്സിലായി, ജപമാലയുടെ ശക്തിയും അതിൻ്റെ പൂർണ്ണതയും എന്താണ് എന്ന് മനസ്സിലാക്കിയ ആ കാലയളവ് മുതൽ ഇന്നുവരെയും എനിക്കത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊരു വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒത്തിരി രോഗികൾ ICUവിലായിരിക്കുന്ന സമയത്ത്
അല്ലെങ്കിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരുപാട് നിയോഗങ്ങൾ ജപമാലയിലൂടെ സാധിച്ച് കിട്ടിയതായിട്ട് എടുത്തു പറയാനുണ്ട്. പക്ഷെ എല്ലാം പറ്റും നമുക്ക് പറയുവാനായിട്ട് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ ജപമാലയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്കൊന്നും മാത്രമേ പറയുവാനുള്ളൂ. ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ ഒരു സ്വർഗം തുറക്കുന്ന ഒരു അനുഭവം ജപമാലയിലൂടെ കിട്ടുന്നു. മറ്റു വ്യക്തിപരമായ താനന്തു പ്രാർത്ഥനകളിലൂടെ ഒക്കെ ലഭിക്കാത്ത അതിൻ്റെ 10 മടങ്ങ് കൃപ അനുഗ്രഹം ജപമാലയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് നല്ല ബോധ്യം ദൈവം തന്നിട്ടുണ്ട്.